ഓക്കെ ഓക്കെ ചെയ്തു നോക്കിട്ട് നോക്കട്ടെ നോക്കട്ടെ മൈക്കോ ബൈ കളിക്കും
അതിലെ വഴികളിലാണ് നോക്കട്ടെ, ഞാൻ എടുത്ത് വെക്കാം. തീ കൊടുത്തു.
എമ്മച്ചി കാണിച്ചു തന്നിട്ട് വേണ്ട എനിക്കങ്ങനെ വിളിച്ചേർന്ന ചോദിക്കേ നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യമായിട്ടുള്ള ഇതൽ ഹബീബ് ചികിത്സയിലേക്ക് ഒരു കോടി സ്വരാത്രി എന്ന വലിയ പുണ്യം ഒരുപാട് ആളുകൾ അതിൽ പങ്കാളികളായിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇൻഷാള്ള ബഹുമാനപ്പെട്ട നമ്മുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഡോക്ടർ ഒരുമിച്ച് ദുആ ചെയ്യും. ദുആക്ക് മുമ്പായിട്ട് എല്ലാവിധ ബഹുമാനത്തോടും ആദരവോടും കൂടി ബഹുമാനത്തിന്റെ സാറിനെ മതപരത്തിന്റെ സ്വീകരണത്തിൽ നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങൾ ജീവിച്ചു തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد والعاقبة للمتقين. أما بعد. കടമ റഹ്മാനിയ അറബിക് കോളേജിന്റെ സഹോദര സ്ഥാപനമായ 25 വർഷത്തോളമായി വളരെ പ്രാധാന്യത്തോടുകൂടെ ക്യാമ്പസിൽ നടന്നു വരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടുകൂടെ അറബിക് വിഭാഗത്തിന്റെ മികവുറ്റ റിസൾട്ടോടുകൂടെ പ്രയാണത്തിലായ അതിമഹത്തായ സ്ഥാപനത്തില് അറബിക് പ്രിലിമിനറി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ BA അറബിക്കിന്റെ FAUCT പുതിയ ബാച്ച് അടക്കമുള്ള BA അറബിക്കിന്റെ കോഴ്സുകൾ, അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന MA അറബിക്കിന്റെ കോഴ്സുകൾ ഉൾപ്പെടെ വിവിധങ്ങളായ സംവിധാനത്തോടുകൂടെ ഭൗതിക പഠനം നേടുന്ന ഒരു മഹത്തായ സ്ഥാപനത്തിനകത്ത് റഹ്മാനിയ ലോകത്തോട് ഉയർത്തിക്കാണിക്കേണ്ട മിഷൻ അനുസരിച്ച് നടത്തപ്പെടുന്ന റാദിയ ശരീഅത്ത് കോളേജിന്റെ വഹിതമായ സിലബസ് ആസ്പദമാക്കി പഠിക്കുന്ന പണ്ഡിത ബന്ധങ്ങൾക്ക് പാലക്കാട് കുടപ്പുറക്കം തറവാടിലെ അനുഗ്രഹീതനായിരുന്ന മർഹൂം ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച റാദിയ എന്ന ബിരുദ പഠനം കൂടി നടത്തുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ ഇന്നീ പരിശുദ്ധമായ റബീഇന്റെ അനുഗ്രഹീത വസന്തത്തിൽ നിങ്ങളോടൊപ്പം സംവദിക്കാനും ഇവിടെ വരാൻ ഈ സ്ഥാപനത്തിന്റെ പൊന്നുമക്കളും അനുഗ്രഹീതരായ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള മേധാവികളും ഇവിടുത്തെ ജെൻസ് ആൻഡ് ലേഡീസ് ഫാക്കൽറ്റികളും ഒരുക്കിയ പ്രൗഢമായ മീലാദ് നബിയുടെ ഒട്ടനവധി പ്രവർത്തനത്തിന്റെ സമാപന വേദിയിൽ ഒന്നാം വസന്തത്തിന്റെ പവിത്രതയിൽ ഈ പ്രാർത്ഥനാ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചതിലും പങ്കാളിയാവാൻ കഴിഞ്ഞതിലും സർവശക്തനായ അല്ലാഹുവിനെ ആദ്യം സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. മഹിതമാണ് ഈ സ്ഥാപനം. ലോകോത്തരമായി പ്രചാരമുള്ള റഹ്മാനിയുടെ അകത്തളത്തിൽ നിന്ന് വിജ്ഞാനം വരുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കൾ റാദിയമാരായി ഒട്ടനവധി കുടുംബത്തിലും സ്ഥാപനങ്ങളിലും നേതൃപരമായ പങ്കാളിത്തം വഹിക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ പ്രണയത്തിന്റെ അനുഗ്രഹീത മദീന മുനവ്വറയുടെ വിശുദ്ധിയിലേക്കുള്ള ഒരു പ്രയാണത്തിന്റെ അല്പം ചിന്തകൾ കൈമാറണമെന്ന് ഈ സ്ഥാപന മേധാവികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് മധുഹിൻ നബിയെ കുറിച്ച് പ്രത്യേകിച്ചും പരിശുദ്ധ അനുഗ്രഹീത സ്ഥാപനത്തിന്റെ അകത്തളത്തിൽ പഠിക്കുന്ന പെൺമക്കൾക്ക് എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളായ റാദിയ വാസിയ ഉൾപ്പെടെ ഈ സ്ഥാപനത്തിന്റെ ഈ മഹത്തായ ഗ്രാൻഡ് മൗലൂദ് സദസ്സിൽ ഒരുമിച്ചുകൂടെ രക്ഷിതാക്കള് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് പഠനം പൂർത്തിയാക്കി റാദിയ ബിരുദം കൊണ്ട് പവിത്രതയോടുകൂടെ ലോകത്തിന്റെ പല ഭാഗത്തും ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വാചിതമാണ് റാദിയമാർ. ഇന്ന് ഈ മഹത്തായ സദസ്സിൽ പങ്കാളികളായിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഉമ്മമാരെയും കൂട്ടുകാരികളെയും സ്ഥാപനത്തിന്റെ അഭ്യുദയകാംക്ഷ എന്ന നിലക്ക് സ്ഥാപനത്തിന് വേണ്ടി എല്ലാവിധ കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്. മക്കളുടെ ആത്മീയ ലൗകിക വിദ്യാഭ്യാസത്തിൽ റഹ്മാനിയുടെ സ്വാധീനവും അതിന്റെ അകത്തളത്തിലിരിക്കുന്ന ഈ പൊന്നുമക്കളുടെ വല്ലാത്തൊരു ആവേശവും കാണുമ്പോൾ എത്ര മഹിതമാണ് ഈ സ്ഥാപനം. അൽഹംദുലില്ലാഹ്. ഒരുപാട് വട്ടം ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകരെ, ഇതിന്റെ നേതാക്കളെ, ഇത് പഠിച്ചുയർത്തപ്പെട്ട വാദിയന്ത്രത്ത് ഉൾപ്പെടെയുള്ള മഹാന്മാരായ ആലിഫീങ്ങളെ, മഹാന്മാരായ പ്രവർത്തകരുടെ ജമീയത്തുലമാരുടെ പണ്ഡിതന്മാരെ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഗുരുവര്യൻ മർഹൂം ശൈഖുൽ മർഹൂം കോട്ടമല ബാപ്പുസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വിശാലമായ പ്രാർത്ഥനാ മജ്‌ലിസാണ് ഇവിടെ ലക്ഷ്യം വെച്ചത് എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. ഒന്നാമതായിട്ട് 1 കോടി സലാത്ത് മക്കളെ കൊണ്ട് ചൊല്ലി, മക്കളെ രക്ഷിതാക്കൾ ചൊല്ലി തീർത്തു.
ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സദസ്സുകളിൽ വെച്ച് നാം നടത്തുന്ന ഖുർആൻ ഷരീഫ് സർക്കിളിന്റെ സ്ഥാപനങ്ങളിൽ വെച്ചും ക്ലാസുകളിൽ വെച്ചും നാം നടത്തുന്ന പെൺകുട്ടികളുടെ വലുതായി ഫുൾ കോളേജുകളാകുന്ന വഴികളിൽ പ്രവർത്തിക്കുന്ന പേരാമ്പ്ര കക്കാട് പ്രവർത്തിക്കുന്ന കുഞ്ഞിപ്പള്ളി അഴികളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഹാഫിദത്തുമാരായ പൊന്നുമക്കളും അവരുടെ കുടുംബവും നമ്മുടെ പ്രതിവിദ്യാർത്ഥികളും നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളും ഈ സ്ഥാപനത്തിന്റെ അനുഗ്രഹീതരായ ഫാക്കൽറ്റികളും ഒന്നിച്ച് ചൊല്ലിത്തീർത്ത 1 കോടി കഴിഞ്ഞ സലാത്തിന്റെ പരിശുദ്ധമായ അനുഗ്രഹീതമായ പൂർത്തീകരണത്തിന്റെ സമാപന പ്രാർത്ഥനയാണ് നടക്കാൻ പോകുന്നത്. അർഹമുറാഹിമിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ ഏറെ പ്രാധാന്യമുണ്ട് ഈ സദസ്സിൽ. ഈ സദസ്സിന്റെ അധ്യക്ഷത പദവി അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തും സ്ഥാപനത്തിന്റെ ശരീഅത്ത് വിഭാഗത്തിൽ നിന്നും ശരീഅത്ത് കോളേജായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ട റാദിയ ശരീഅത്ത് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളുമായ പ്രിയങ്കരനായ അലിഫാഹുമാൻ ഉസ്താദിനോട് വേണ്ടി വളരെ പ്രാധാന്യത്തോടുകൂടെ സ്വയാശ്രയ കോളേജിനകത്ത് ഇത്രമേൽ മഹിതമായ ആത്മീയതയ്ക്ക് അവസരം നൽകിയ ആർഐ കോളേജിന്റെ പ്രിൻസിപ്പൽ പ്രിയങ്കരനായ സദസ്സർ, ഈ മഹത്തായ സ്ഥാപനത്തിന്റെ അറബിക് വിഭാഗ മേധാവി റാഷിദ് സർ, ഈ മഹത്തായ സ്ഥാപനത്തിന്റെ സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ സർ, NSS യൂണിറ്റ് കോർഡിനേറ്ററായി അതിന്റെ പ്രോഗ്രാം ഓഫീസറായി സ്ഥാപനത്തിന് സേവനം ചെയ്യുന്ന സിദ്ദീഖ് റഹ്മാനി സർ, റാദിയ ഡിപ്പാർട്ട്മെന്റ് HOD-ആയി പ്രവർത്തിക്കുന്ന നസീർ ഷെയ്ഖ് സർ, അതേപ്രകാരം IPSC കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സഹീർ സർ ഉൾപ്പെടെയുള്ള ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന സാലിഹ് അക്ഷരി സർ, ഈ പ്രോഗ്രാമുകൾക്കൊക്കെയും വളരെ കൃത്യമായി ഇടപെട്ട് അത് നമ്മുടെ പവിത്രമായ ഈ മജ്‌ലിസിൽ വെച്ച് പ്രഖ്യാപിക്കാനിരിക്കുന്ന റാദിയ ഓൺലൈൻ അക്കാദമിയുടെ കാര്യദർശിയായിട്ട് സേവനം ചെയ്യുന്ന പ്രിയങ്കരനായ നമ്മുടെ പരിസരവാസിയായ ഈ സ്ഥാപനത്തിന്റെ എല്ലാ വിഷയത്തിലും ഇടപെടുന്ന പ്രിയങ്കരനായ മികച്ചത് വിളിക്കുന്ന മുഹമ്മദ് സാർ, അതേപ്രകാരം നമ്മുടെ യൂനിസ് സാർ, ബാസിൽ സാർ ഉൾപ്പെടെയുള്ള ഫാക്കൽറ്റീസ്, റഹീം, നമ്മുടെ ഫാദർ സിനാൻ ഉൾപ്പെടെയുള്ള ഓഫീസ് ഫാക്കൽറ്റീസ്, നമ്മുടെ ലേഡി സ്റ്റാഫ് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എപ്പോഴും നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതും വളരെയേറെ ഇസ്ലാമിക് രംഗത്ത് അതിന്റെ ഒരു മോഡേൺ ഇസ്ലാമിക് ഗേൾ ആയിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഈ സ്ഥാപനത്തിന്റെ വിവിധങ്ങളായ കോഴ്സുകൾ പഠിക്കുന്ന പ്രത്യേകിച്ച് PPTC അടക്കമുള്ള ഈ സ്ഥാപനത്തിലെ വിവിധങ്ങളായ കോഴ്സുകളും അതേപ്രകാരം IHRDയുടെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്ന മക്കളടക്കം ഈ സ്ഥാപനത്തിന്റെ റിസൾട്ട് പറയുന്ന IT രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ എല്ലാവരെയും സ്ഥാപനത്തിന് വേണ്ടി ഈ വഹിതമായ സദസ്സ് പ്രാർത്ഥന മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ കൂട്ടുകാരികളെയും ആയിരക്കണക്കിന് മക്കളുടെ പ്രാർത്ഥനകളും ഉന്നതമായ രീതിയിൽ 10,000-കണക്കിന് ലൈവ് പ്രേക്ഷകരുടെ പിന്തുണയുമാണ് ഇങ്ങനെ സ്ഥാപനത്തിന്റെ ഉയർച്ചയും വളർച്ചയും. അൽഹംദുലില്ലാഹ്, റബീഉൽ ഒന്നാമത്തിന്റെ അകത്തളത്തിൽ സുന്ദരമായ വൈജ്ഞാനിക വസന്തം വിധിച്ചുകൊണ്ട് റഹ്മാന്റെ വിമൻസ് കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയനായ സുഹബ യൂണിയനും ഒന്നിച്ചുകൊണ്ട് സംവിധാനിക്കുന്ന ദഅവ സംവിധാനമായ ഓൺലൈൻ അക്കാദമി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. റാദിയ ഓൺലൈൻ അക്കാദമിയുടെ ഒന്നാമത്തെ പ്രോഗ്രാമായി ഇങ്ങനെ ഒരു ലൈവ് പ്രോഗ്രാം സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാൻ സാധിച്ചതിലുള്ള ഏറെ അഭിമാനവും ചാരിതാർത്ഥ്യവും സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, വിഷയാസ്പദമായി സംസാരിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹീതമായ പുണ്യമായ റബീഉൽ അവ്വൽ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുണ്യവാളന്റെ ജീവിതത്തിൽ നിന്നും സാധ്യമായതൊക്കെ അടർത്തിയെടുക്കാൻ പ്രിയപ്പെട്ട ഫാക്കൽറ്റിയോട് ചോദിച്ച് കുറ്റമറ്റതാക്കി തന്റെ ജീവിതത്തിലോട്ട് സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള ഊർജ്ജതയോടുകൂടെ ഈ പുണ്യമാസത്തിന്റെ എല്ലാ ദിവസവും ഈ സ്ഥാപനത്തിൽ നാം ഓരോരുത്തരും ഏർപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിർവഹിച്ച എല്ലാ മതിൽ സംവിധാനങ്ങളും അർഹമുറാഹിമീനായ റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി സ്ഥാപനത്തെയും നമ്മെയും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളോടൊപ്പം ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടുതരുമാറാവട്ടെ. النبي أولى بالمؤمنين من أنفسهم وأزواجه
ഉമ്മഹാതുഹും. ആരാണ് നബി എന്ന് പറയുന്നത്? മലക്കുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ കലാമിലൂടെ അറിയിക്കുന്നുണ്ട്, പ്രഖ്യാപിക്കുന്നുണ്ട്. നബി ആരാണെന്ന് അറിയുമോ? പുണ്യമായ നബിയുടെ അനുഗ്രഹീതമായ സ്നേഹത്തിന്റെ പാതയിലോട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, അനുഗ്രഹീത കുഞ്ഞുമക്കളെ, രക്ഷിതാക്കളെ, വാചികമാരെ, റാണിയമാരെ, സമൂഹത്തെ നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാഹു വെളിപ്പെടുത്തുന്നത് അന്നബിയു ഔലാ. നബിയാണ് ഏറ്റവും ബന്ധപ്പെട്ടവൻ, നബിയാണ് ഏറ്റവും ബന്ധപ്പെട്ടവർ, നബിയാണ് നിങ്ങളിലേക്ക് ഏറ്റവും 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 കൂടുതൽ അടുപ്പമുള്ളത്. എന്തിനേക്കാളേറെ? നിങ്ങളുടെ സ്വന്തം മനസ്സിനേക്കാൾ, നിങ്ങളുടെ സ്വന്തം റൂഹിനേക്കാൾ, നിങ്ങളുടെ സ്വന്തം ആത്മാവിനേക്കാൾ, നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ. ഈ ഒരു പരിസ്ഥിതിയിലേക്ക് അടുക്കാൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓർക്കേണ്ടത് ഒറ്റ സ്വഭാവത്തിന് മാത്രമേ ഇങ്ങനെ അടുക്കാൻ കഴിയുള്ളൂ. മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു രൂപകൽപ്പന ചെയ്ത നിരവധി ഇമോഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം. മഹബ്ബത്ത് കൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യന്റെ മറ്റവനെ, ഒരു മനുഷ്യന്റെ മറ്റൊരു വസ്തുവിനെ, ഒരു മനുഷ്യന്റെ മറ്റൊരു സാധനത്തെ തന്നേക്കാളേറെ തന്നിലോട്ട് ആവാഹിക്കാൻ കഴിയണമെങ്കിൽ അതിന്റെ പേരാണ് സ്നേഹം. വല്ലാത്തൊരു കാരുണ്യം, വാത്സല്യമാണ് ആ പുണ്യനബി, സ്നേഹമാണ് ആ നബി, കാരുണ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത മനോഹരമായ സുന്ദരമായ ഒരു പേര്, ലോകത്ത് ആദ്യമായി അല്ലാഹു ഇട്ട ഒരു പേര്. അന്നേ വരെ ഒരൊറ്റ മനുഷ്യ കുഞ്ഞിനും പേരില്ല, മുഹമ്മദ് എന്ന പേരില്ല. 1500 വർഷം മുമ്പ് 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ മഹിതമായ റബീഉൽ അവ്വലിന്റെ പ്രത്യേകത, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എന്റെ പൊന്നുമക്കളായ റാണിയമാരെ, ഓർക്കേണ്ടത് അർഹമുർ റഹീമീനായ റബ്ബാണ് പേര് പറയുന്നത്. അല്ലാഹുവാണ് ആ കുഞ്ഞിന് പേരിടുന്നത്. അല്ലാഹു ആ പേരാണെങ്കിലോ ലോകം പടച്ചിട്ട് ഇതുവരെ ഒളിപ്പിച്ചു വെച്ചു. ഇല്ല, ചരിത്രത്തിൽ മുഹമ്മദ് എന്ന പേരില്ല. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ലോകത്ത് കുഞ്ഞാനായി ആമിന അബ്ദുള്ള ദമ്പതിമാരുടെ പൊന്നോമന കുഞ്ഞായി ഒരു ആൺകുഞ്ഞി പിറന്നപ്പോ ആരാണ് പേരിടുക? എന്താണ് പേരിടുക? വിശാലമായ ചരിത്രത്തിന്റെ അകത്തളത്തിലോട്ടൊന്നും ആഴമേറിയ രീതിയിലോട്ട് പരാമർശങ്ങളുമായി ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വസ്തുത മനസ്സിലാക്കണം. ആദ്യമായി ലോകത്തൊരു മനുഷ്യ കുഞ്ഞിന് മുഹമ്മദിന്റെ പേര് വന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നിങ്ങൾക്ക് പേരിടാൻ വേണ്ടി ജനങ്ങളിങ്ങനെ പരന്നുകയാണ്, ചർച്ച ചെയ്യാണ്. ലോകത്ത് കിട്ടാവുന്ന എല്ലാ സോഷ്യൽ ഏജൻസികളും ആളുകള് കുഞ്ഞു പറക്കുകയായിട്ട് ആൺകുഞ്ഞാണെങ്കിൽ എന്ത് പേരിടണം അതിങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിയോ? ഈ 2025 പിറന്നതിന് ശേഷം ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾക്ക് പേരിട്ടത് മുഹമ്മദ് എന്നാണ്. 2024 ഇംഗ്ലണ്ടിൽ ആകമാനം ആ 24 വർഷത്തിൽ ജനിച്ച ആൺകുട്ടികൾക്ക് ഏറ്റവും അധികം പേരിട്ടത് നൂഹ് എന്നാണ്. 25 പിറന്ന് ഇത്രയും മാസം പിന്നിടുമ്പോഴേക്കും ഇംഗ്ലണ്ടിന്റെ ആളുകൾ അവിടെ ജനിക്കുന്ന ആൺകുട്ടികളുടെ പേരിൽ ഏറ്റവും കൂടുതൽ പേര് മുഹമ്മദ് എന്നാണെന്ന് അറിയുമ്പോ ആളുകള് ആൺകുട്ടി പറക്കുമ്പോൾ ഇടേണ്ട പേരിനെ പറ്റി പരക്കം പാടിയാണ്. സാക്ഷാൽ കാരുണ്യവാനായ റബ്ബ് തന്നെയാണ് ഈ കുട്ടിക്ക് പേരിടണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വഹീ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളൊക്കെ പറഞ്ഞു തോന്നുമ്പോ മക്കളെ, നിങ്ങളൊക്കെ ഹദീസ് ഓതാറില്ലേ? വസമ്മീഹി മുഹമ്മദ, ആ കുഞ്ഞു പോലെ മുഹമ്മദിന്റെ പേരിടണം. മുഹമ്മദിന്റെ പേരിടാൻ വേണ്ടി കൽപ്പനയുണ്ടായി. തമാമ് ചെയ്ത് ന്യായത്തിങ്കൽ ചെന്ന് മുഹമ്മദിന്റെ പേരിട്ട് വരുമ്പോ അർഹമുർ റഹീമീനായ റബ്ബിന്റെ പരിശുദ്ധമായ അനുഗ്രഹം, ആ ഒരു കൻസ്, ആ ഒരു നിധി ലോകത്തെ പേരായി വിളിക്കപ്പെടുകയാണ്. ഈ പേരിന്റെ പവിത്രത ലോകത്തിന്റെ ഉൽപ്പത്തി തുടങ്ങിയാൽ ആദ്യ മനുഷ്യനായ മഹാനായ പ്രൊഫസർ ആദം നബി അലൈഹിസ്സലാം കുഞ്ഞുമോനോട് പറയുന്നുണ്ട്,
എന്റെ കുഞ്ഞുമോനായ ആൺകുട്ടിയോട് നബി അലൈഹി സ്വലാം പറയേണ്ട പോലെ ജീവിതത്തില് നിന്റെ ചിന്തയില് നിന്റെ ആലോചനയില് നിന്റെ സംസാരത്തില് നിന്റെ കണ്ണില് നിന്റെ കൽബില് നിന്റെ കാതില് അള്ളാഹുവിന്റെ ഓർമ്മ വരുമ്പോ, അള്ളാഹു എന്ന് പറയുമ്പോ, അള്ളാഹു എന്ന് ചിന്ത വരുമ്പോ, അള്ളാഹ് എന്ന് ഉച്ചരിക്കുമ്പോ അതിന്റെ കൂടെ തന്നെ മോനെ ഉച്ചരിക്കണേ ഒരു പവിത്രമായ പേരുണ്ട്. ലോകത്തിന്റെ ആദ്യ മനുഷ്യനാണ്. ലോകത്തെ ആദ്യമായി അള്ളാഹു മനുഷ്യനായി പടച്ച തുടക്കം മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാമാണ്. ആദം നബി അലൈഹി സ്വലാം തന്റെ മകനോട് വസീയത്ത് ചെയ്യാണ്, ആദമിനെ ആദരിച്ചുകൊണ്ട് ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട്, ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ഈ അനുഭവം പൊന്നുമോനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോനെ, നിന്റെ പ്രിയപ്പെട്ട ബാപ്പച്ചിയില്ലേ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയില്ലേ, ഹവ്വ ഉമ്മ, ഞാനാകുന്ന ആദം, ഞങ്ങൾ രണ്ടുപേരും നേരത്തെ താമസിച്ച സ്വർഗലോകത്തിലാണ്. ഞങ്ങൾ സ്വർഗത്തിലാണ് താമസിച്ചിരുന്നത്. സ്വർഗത്തിൽ താമസിക്കുന്ന കാലഘട്ടം സ്വർഗീയമായ ഉജ്ജ്വലമായ അനുഭവങ്ങള്, ആഗ്രഹങ്ങള്, അവിടുത്തെ മനോഹാരിതകള് ആസ്വദിച്ച് ഞങ്ങൾ ജീവിക്കുമ്പോ സ്വർഗത്തിലാകമാനം കണ്ട ഒരു പേരുണ്ട്. സ്വർഗലോകത്തിൽ ഇല്ല, ഒരു അല്പസ്ഥലം പോലും ഇല്ല, അവശേഷിക്കുന്നില്ല. ഇല്ലാ കുത്തിബ അലൈഹി മുഹമ്മദ്. അവിടെ മുഹമ്മദ് ഞങ്ങളുടെ സ്വർഗത്തിൽ കണ്ട ഒരു വല്ലാത്ത മനോഹരമായ രംഗമുണ്ട്. ഇത് പറയുമ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ സ്നേഹമുള്ള പ്രേക്ഷകരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെ മോനെ, ഉമ്മച്ചിയും ബാപ്പച്ചിയും സ്വർഗത്തിൽ താമസിച്ചപ്പോ കൗതുകമായി സന്തോഷത്തോടെ കണ്ട എഴുതി വെച്ച ഒരു പേരുണ്ട്. എല്ലാ സ്ഥലത്തും സ്വർഗത്തിൽ എല്ലാ ഇടങ്ങളിലും എഴുതി വെച്ച ഒരു പേരുണ്ട്. അള്ളാഹ് പറയുമ്പോ പൊന്നുമോനെ ആ ഒരു പേരും കൂടി പറയണേ. ഓർത്തു നോക്കൂ നിങ്ങൾ, ഇന്നും നമ്മുടെ വീട്ടിലേക്ക് വല്യപ്പന്മാര് എന്താ പറഞ്ഞതിനാണ്? സ്വന്തം മക്കൾക്ക് പേരക്കുട്ടികള്, സ്വന്തം മക്കൾക്ക് മക്കളുണ്ടാകുമ്പോ ആ കുഞ്ഞുമക്കളെ അടുത്തിരിച്ചിട്ട് ഇപ്പോഴും മതപരമായ അനുഗ്രഹീത മതത്തിന്റെ നിയമം എന്താണ്? ഒരു മനുഷ്യക്കുഞ്ഞിനെ ആദ്യം പഠിപ്പിക്കേണ്ടത്, സൃഷ്ടികളെ കൂട്ടത്തിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് സയ്യിദുനാ റസൂലുള്ളാഹി മുഹമ്മദ് നബിയുടെ പേരാണ്. ഒരു കുഞ്ഞു മനസ്സിൽ മുഹമ്മദ് എന്ന പേര് അങ്കുരിക്കപ്പെട്ടാൽ ആ കുഞ്ഞ് സ്വാലിഹായി ജീവിക്കും, സ്വാലിഹായി വളരും, സ്വാലിഹായി ഭൂമിയിൽ കച്ചുകൂട്ടും, സ്വാലിഹീങ്ങളായി മരിക്കും. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടാൻ കാരണമാകുന്ന പേരുണ്ട് സ്വർഗത്തിന്. അതുകൊണ്ട് മോളെ, നിന്റെ മനസ്സകത്ത് എഴുതി നിൽക്കണം, നിന്റെ മനസ്സകത്ത് പതിഞ്ഞിരിക്കണം. പറയുമ്പോഴും ഓർക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ആരെ അല്ലാഹ് എന്ന് കേൾക്കുമ്പോ, അല്ലാഹ് എന്ന് ഓർമ്മിക്കുമ്പോ, അല്ലാഹ് എന്ന് പറയുമ്പോ, അല്ലാഹ് എന്ന ചിന്ത വരുമ്പോ കൂടെ ഈ പേരും കൂടി പറയാൻ ബഹുമാനപ്പെട്ട അബൂൽ ബശർ ആദം നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് പറഞ്ഞ ഉപദേശം ഞാൻ ഈ സ്ഥലത്തിന് കൈമാറാണ്. അത് തന്നെയാണ് ഇന്നും നമ്മുടെ വീടുകൾ നടക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരികൾ, നമ്മുടെ വീട്ടിൽ കുഞ്ഞുണ്ടാകുമ്പോ നമ്മളൊക്കെ മത്സരിക്കണം. ആ കുഞ്ഞിന്റെ മനസ്സിൽ ഞാൻ എഴുതും മുഹമ്മദ്. ആ കുഞ്ഞിന് ആദ്യമായി മുഹമ്മദ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതിന്റെ ഭാഗ്യം എനിക്ക് കിട്ടണം. എന്റെ പൊന്നുമക്കൾ ഓർമ്മിച്ചോളൂ, നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അല്ല നിങ്ങളെ വീട്ടിലെ താത്ത പ്രസവിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുമക്കള് ഒരു പക്ഷെ അവരെ കൽബിൽ മുഹമ്മദ് എന്ന് പതിയുന്ന രീതിയിൽ ആരും പറഞ്ഞുകൊണ്ടിട്ടുണ്ടാവില്ല. അത് പതിച്ച് കിട്ടാൻ നിനക്ക് കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന സഹോദരിക്ക് സാധിച്ചാൽ, കൂട്ടുകാർക്ക് സാധിച്ചാൽ, ഉമ്മമാർക്ക് സാധിച്ചാൽ, ഉപ്പമാർക്ക് സാധിച്ചാൽ ഇത്ര ഭാഗ്യവതിയായി.
സ്വർഗത്തിൽ അല്ലാഹു എഴുതി വെച്ച പേര് ഈ വളർന്നു വരുന്ന മനുഷ്യ കുഞ്ഞിന്റെ കൽവിൽ എഴുതാൻ കാരണക്കാരി നീയാണ്. നിനക്ക് കിട്ടിയ പദവിയാണ്. അങ്ങനെ നാം മത്സരിക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സ്നേഹം ലോകത്താകമാനം കാരുണ്യമാണ് നബി. അല്ലാഹു ലോകത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു ലോകത്തിനോട് ചേർത്തിയിട്ട് അല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹുവിനെ നമ്മളൊക്കെ സ്തുതിക്കാറുണ്ട്. സ്തുതിക്കും നമ്മൾ അല്ലാഹുവിനെ അല്ലാത്ത പോലീസിയോട് പറയുന്ന ഒരു വേർഡുണ്ട്, ഒരു ആയത്തുണ്ട് ഖുർആനിലെ. ഒന്ന് പറയുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് മീനിങ്? എന്താ മലയാളം? ലോകത്താകമാനം രക്ഷിതാവ്. ആലമിന്റെ മുമ്പ് റബ്ബ് എന്നാണ് പറഞ്ഞത് അല്ലാഹുവിനെ കുറിച്ച്. ലോകത്തിന്റെ ആകമാനം റബ്ബാണ് അല്ലാഹു. എന്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് ഓർമ്മിച്ച് നോക്കൂ. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഇതേ വേർഡ് ആലമെന്ന് പറയുന്നതിന്റെ മുമ്പ് ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീങ്ങൾക്ക് ലോകത്തെ ലോകത്തെ മുഴുവൻ റബ്ബാണ് അല്ലാഹു. നബിയോ ഹലോ ഹലോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നബിയോ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ റഹ്മതൻ വദഅു റഹ്മതൻ ലിൽ ആലമീൻ. റഹ്മതൻ ലിൽ ആലമീൻ. അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് അല്ലാഹു പറയുന്നത് റബ്ബുൽ ആലമീൻ. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി നബി തങ്ങളെ കുറിച്ച് അല്ലാഹു വിശേഷിപ്പിക്കുന്നത് നബി തങ്ങളെ ലോകത്തിനാകമാനം കാരുണ്യമാണ്. അല്ലാതെ എല്ലാവർക്കും മനുഷ്യർക്ക് മാത്രമല്ല. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി കാണാൻ കഴിയുന്നത് ഒരുപാട് അത്ഭുതങ്ങളാണ്, ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദർശിക്കാൻ സാധിക്കും. എന്തിന്? ഈ കാരുണ്യത്തിന്റെ വ്യാപനം എത്ര വലുതാണെന്ന് മനസ്സിലാക്കി. അല്ലാഹുവിന്റെ അല്ലാഹുക്കളുടെ കൂട്ടത്തില്, അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ പേരുകളുടെ കൂട്ടത്തില്, അല്ലാഹുവിന്റെ വിശേഷണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം ഏതാണ്? കാരുണ്യമാണ്. റബ്ബ് കാരുണ്യവാനാണ്. ഈ ലോകത്തും പരലോകത്തും അല്ലാഹുവിന്റെ കാരുണ്യം എന്താണ്? പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊക്കെ എന്താണ്? നമ്മുടെ ഉമ്മച്ചിക്ക് എന്താണ്? നമ്മുടെ വാപ്പച്ചിക്ക് എന്താണ്? അല്ലാഹുവിന്റെ കാരുണ്യമല്ലാത്ത എന്താണ് നമ്മുടെ കൈവശമുള്ളത്? അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയുമ്പോ വല്ലാത്ത സ്നേഹമാണ് റബ്ബിന്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ അഫ്വ്, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കാവല്, അല്ലാഹുവിന്റെ അനുഗ്രഹീത റഹ്മത്തിന്റെ പരിശുദ്ധമായ നിഅമത്തിന്റെ ഉജ്ജ്വലമായ വർഷങ്ങള്, ദിവസങ്ങള്, നിമിഷങ്ങള്, അതല്ലേ നമ്മുടെ ജീവിതം. നമ്മളൊക്കെ നമ്മുടെ റെസിസ്റ്റ, നമ്മുടെ ശ്വസന വ്യവസ്ഥ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അകത്തളത്തിലുള്ള, നമ്മുടെ ശരീരത്തിന്റെ അകത്തളത്തിലുള്ള അത്ഭുതകരമായ ഓർഗൻസുകൾ അതൊക്കെ പ്രവർത്തിക്കുന്നെങ്ങനെ? ഈ ഫിസിക്കൽ ബോഡി ഘട്ടത്തിന്റെ ഗ്രാൻസുകൾ എങ്ങനെ? നമ്മുടെ തൊള്ളയിൽ എന്തോ ഒന്ന് ഭക്ഷണമായി തിരുമ്പോഴേക്കും അതിനെ ദഹിപ്പിക്കാനുള്ള ദഹനേന്ദ്രത്തിന്റെ പ്രൈമറി സ്റ്റേജായി ഉമിനീർ ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഉമിനീരിന്റെ ഐറ്റം എത്ര? തൊള്ളയിലൂടെ ഒഴുകുന്ന ഉമിനീര് എത്ര ഐറ്റമാണ്? ഓരോ ഇനം ഭക്ഷണത്തിനും ഓരോ തരത്തിലുള്ള പവർ കൂടിയതും കുറഞ്ഞ ഉമിനീരാണ് അത്ര ശരീരം ഉത്പാദിപ്പിക്കുന്നത്. ആരാ ഇതിന്റെ അത്ഭുതകരമായ സീക്രട്ട് ക്രിയേറ്റിവിറ്റിയാണ്? അല്ലാഹുവിന്റെ പവിത്രമായ കാരുണ്യമാണ് നമ്മുടെ ജീവിതം എന്ന് ഓർമ്മിക്കുമ്പോ ലോകത്ത് മുഴുവനും കാരുണ്യമാണ്, കാരുണ്യമാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വളരെ ഹൃദ്യമാണ് ഈ സദസ്സ്. റഹ്മാന്റെ വിമൻസ് കോളേജിന്റെ സുഹൃത്തായൂണിയനും ഇവിടുത്തെ ഉസ്താദുമാരും ഫാക്കൽറ്റീസും ഒക്കെ സംഘടിപ്പിച്ച ഈ മഹത്തായ വേദിയിൽ സംസാരിക്കുമ്പോ അൽഹംദുലില്ലാഹ്, ഈ മക്കൾ എത്ര ഭാഗ്യവതികളായ കുഞ്ഞുമക്കളാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം നേർരേഖയിലൂടെ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി ഒരുമിച്ച് കൂടിയത് കാരുണ്യത്തിന്റെ തണലിലാണെന്ന് ഓർമ്മിക്കണം. എത്ര മനോഹരമായിരുന്നു ജീവിതം നിലയുടേത്. ഒരിക്കൽ വിധങ്ങൾക്ക് എല്ലാവരും പല പാരദോഷങ്ങളും കൊണ്ടുപോയി. അറബികളാണെങ്കിലും മക്കയിലും മദീനയിലും കഷ്ടപ്പാടിന്റെ പ്രയാസത്തിന്റെ നെറികളിന്റെ ജീവിതങ്ങളായി. എന്നാലും
കിട്ടുന്നതിൽ മെച്ചപ്പെട്ടത് സയ്യിദുനാ റസൂലുള്ളാഹി നബി തങ്ങൾക്ക് സമ്മാനമായി കൊടുക്കുന്ന ഒരു പതിവ്, ഒരു ശീലം എല്ലാവർക്കും ഉണ്ട്. അത് സ്വഹാബികളായ പുരുഷന്മാർക്കുണ്ട്, സഹാബത്തുകളായ സ്ത്രീകൾക്കുണ്ട്. ഇത് കണ്ട് 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 ഒരു കൊച്ചു ബാലൻ എപ്പോഴും ആലോചിക്കും, പടച്ചോനെ അല്ലാഹുവേ, അപ്പച്ചെ ഉമ്മച്ചെ എനിക്ക് എന്തെങ്കിലും ബന്ധങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അത് നിങ്ങളൊന്നും കൊടുക്കുന്നത് ആകരുത്, ഒരു കൗതുകമുള്ള സാധനം കൊണ്ടുപോയി കൊടുക്കണം. നല്ലോണം ശ്രദ്ധിക്കണം. ആ സമയത്താണ് കൊച്ചു ബാലനെ ഒരു വല്ലാത്ത രസകരമായ രംഗം കാഴ്ചയിൽപ്പെടുന്നത്. തന്റെ വൃദ്ധമുറ്റത്തുള്ള ഒരു മരത്തിന്റെ ചിന്തയില് ഒരു തള്ളക്കിളി വന്നിട്ട് എന്തോ ഒന്ന് കൊക്കുകൊണ്ടാക്കി കാണിക്കണം. ആ കൊച്ചുമാനൻ ശ്രദ്ധിച്ചപ്പോ ആ തള്ളക്കിളി ചെയ്യുന്നത് ഇലകളെ കൊണ്ടുണ്ടാക്കിയ ഒരു കൂടിനകത്ത് എന്തോ കൊണ്ടുപോയി ഇടുകയാണ്. പക്ഷി വരുന്നു, തിരിച്ചു പോകുന്നു. അടുത്ത മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും തള്ളക്കിളി വരുന്നു, തിരിച്ചു പോകുന്നു. ഈ കൊച്ചുമാരൻ നിങ്ങൾ നോക്കി നിന്നു. അവസാനം ആ കൊച്ചുമകനെ ബോധ്യപ്പെട്ടു, ആ കൂടിനുള്ളില് ഈ തള്ളക്കിളിയുടെ കുഞ്ഞുങ്ങളുണ്ട്, കിളിക്കുട്ടികളുണ്ട്. അതിന്റെ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് തള്ളക്കിളി എവിടെയോ പോയിട്ട് നൈസായ ഭക്ഷണം ഇവിടുന്ന് കൊത്തിക്കൊണ്ടുവന്ന് അത് കൊക്കിലൂടെ ഇതിന്റെ കുഞ്ഞുങ്ങളെ കൊക്കിലേക്ക് വെച്ചു കൊടുക്കണം. ഇത് കണ്ട കൊച്ചുമാരൻ ഉടനെ ആ കുഞ്ഞു ബാലന്റെ മനസ്സിൽ തട്ടുകയാണ്. കേൾക്കാൻ മനസ്സിൽ കയറിയിട്ട് ആ കിളിക്കുട്ടികൾക്കൊന്നും പരിക്ക് വച്ചാതെ ആ കൂട് മെല്ലെ അടർത്തിയെടുക്കണം. എന്നിട്ട് ആ കൂടുമായിട്ട് നബിതങ്ങളുടെ കോടി ചെല്ലണം. മറ്റാരും കൊടുക്കാത്തൊരു സമ്മാനം നബിതങ്ങൾക്ക് സമ്മാനിക്കാൻ എനിക്ക് സാധിക്കണം. പറഞ്ഞതുപോലെ തന്നെ ഉടനെ മരത്തിൽ ഓടിക്കയറണം. മരത്തിൽ കയറിയിട്ട് സാധിക്കുന്ന പോലെ ആ പരിക്ക് പറ്റാതെ കിളിക്കൂട് അടർത്തിയെടുത്തിട്ട് നബിതങ്ങൾ അഹമ്മദത്തെ കോടി ചെല്ലണം. സലാം ചെല്ലി നബിതങ്ങളിലേക്ക് വന്ന കൊച്ചുമാരനെ കണ്ടപ്പോ, കൊച്ചു കുഞ്ഞിനെ കണ്ടപ്പോ നബിതങ്ങൾ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ സ്വീകരിച്ചു. സലാം അടക്കി ഒന്ന് ചുമലൊക്കെ മുട്ടി ആശ്രയിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഹബീബായ റസൂലല്ലാഹ്, അതാണ് റസൂലെ, അങ്ങേക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന സമ്മാനമുണ്ട്, അതങ്ങ് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് കൈകൾക്ക് നീട്ടിക്കൊണ്ടുള്ള സാധനത്തായോ ഒരു ചെറിയ കൂട്. ആ കൂടിനടുത്ത് 3 or 4 കിളിക്കുട്ടികളുണ്ട്. ഇത് കണ്ടപാടെ കാരുണ്യത്തിന്റെ നബി സയ്യിദുനാ റസൂലുള്ളാഹി നബിതങ്ങൾ വല്ലാതെ ആശ്ചര്യപ്പെട്ടു പോയി. ഈ മോന് കഥകളൊക്കെ പറഞ്ഞു, ഞാൻ കുറെ നാളായി അങ്ങേക്ക് സമ്മാനം കൊണ്ടാക്കാൻ കഴിക്കുന്നു. ഇതൊക്കെ കേട്ട് സയ്യിദുനാ റസൂലുള്ളാഹി അധികം സമയം കളയാതെ മോനോട് ചോദിച്ചു, എത്ര മണിക്കൂർ കഴിഞ്ഞാൽ തള്ളക്കിളികൾ ഏതാണ്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ തള്ളക്കിളി പിന്നെ വരും. മോനോട് ചോദിച്ചു, മോനെ, ആ തള്ളക്കിളി വന്നിട്ട് ആ മരച്ചില്ലയിൽ ഇരുന്ന് തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തിരയുമ്പോ ഈ കിളിക്കുട്ടികളെ കാണാതാകുമ്പോ ആ തള്ളക്കുഞ്ഞിന്റെ അവസ്ഥ ഉണ്ടായി. ഉടനെ കരഞ്ഞുകൊണ്ട് ആ മോനെ നബിതങ്ങളെ പറഞ്ഞതനുസരിച്ച് കിളിക്കുട്ടികളുടെ കൂടുമായി തിരിച്ചോടിയിട്ട് നബിതങ്ങൾ പറഞ്ഞതുപോലെ ആ മരച്ചുമട്ടിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ഏതാനും നിമിഷങ്ങളെ കൊണ്ട് തള്ളക്കിളി വരികയാണ്. തള്ളക്കിളി വന്ന് പരന്നു നോക്കുമ്പോ മരക്കൊമ്പിൽ കൂട് കാണാനില്ല. പക്ഷെ അതിന്റെ കണ്ണ് പരിസരത്തേക്ക് എത്തി. നേരെ വീട് കളിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളുടെ കൂടാണ്. താഴത്തോട്ട് പറഞ്ഞപ്പോ പരിക്കൊന്നും പറ്റിയിട്ടില്ല. ആ കുഞ്ഞുങ്ങളെ ചിറകിനേന്തി തള്ളക്കിളി അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ കാരുണ്യ ലോകത്തോട്ടൊക്കെ പറക്കണം. എന്റെ പൊന്നുമക്കൾ ആലോചിക്കുന്നത്, പാർന്ന് സ്വർഗത്തിലോട്ടാൻ എന്റെ പൊന്നുമക്കളെ നമ്മളെ പാകപ്പെടുത്തുന്ന ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലെ ഒരു ചെറിയ കാരുണ്യ കഥയാണ് ഈ പറഞ്ഞത്. തിരിച്ചു പോകുന്ന അനുഭവം, സ്വഭാവമായിക്കോട്ടെ, പെരുമാറ്റമായിക്കോട്ടെ, സാന്നിധ്യം കൊണ്ട് അത്ഭുതകരമായ രംഗങ്ങളുണ്ടായി സയ്യിദുനാ റസൂലുള്ളാഹി കിടന്നതുപോലെ അത്ഭുതം. പിറക്കല്ല, ഉമ്മായുടെ വയറ്റിനകത്ത് ജന്മമുണ്ടായത് മുതലേ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സയ്യിദുനാ റസൂലുള്ളാഹി ലോകത്ത് തുല്യതയില്ലാത്തത്. അതുകൊണ്ടല്ലേ കവികൾ പറഞ്ഞത്, അങ്ങനെ ഒരു കണ്ടും ഈ അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെ കണ്ടിട്ടില്ല, അങ്ങയേക്കാൾ മനോഹരമായതിനെ ഒരു ഉമ്മയും പ്രസംഗിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സദസ്സ്,
നമ്മൾ ആലോചിക്കേണ്ടത് റഹ്മാനെ ഒരുക്കിയിരിക്കുന്ന ഈ മധുവിന്റെ ഈ പ്രോഗ്രാമിലൂടെ നാം ഓർക്കേണ്ടത് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി ഒരു യാത്രക്കിടെ ഹബീബിനെ ഒരിക്കലുണ്ട് പിറകിൽ നിന്ന് യാ റസൂലല്ലാഹ് നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോ ആരെ കാണാനില്ല. കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കുമ്പോ പിന്നെയും വിളിയുണ്ട് യാ റസൂലല്ലാഹ്. തിരിഞ്ഞു നോക്കി ആരെ കാണില്ല. മൂന്നാമത്തെ വട്ടം വീണ്ടും വിളിക്കുന്നു യാ റസൂലല്ലാഹ്. മൂന്നാമത്തെ വട്ടം വീണ്ടും വിളിച്ച് ഒഴിവാക്കപ്പോ തിരിഞ്ഞു നോക്കിയിട്ട് മൂന്നാമത്തെ വട്ടം കാണാൻ അങ്ങനെ കാണാതില്ലാതെ ഉറപ്പുവരുത്തിയപ്പോ മുന്നോട്ട് പോകാൻ അവസാനിപ്പിച്ചിട്ട് പിറകോട്ടാണ്. ആരും ഒരാളെന്നെ വിളിക്കുന്നുണ്ട്. ആരോ എന്നെ വിളിച്ചിട്ടുണ്ട്. വിളിയാളെ കേട്ട ഭാഗത്തോട്ട് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തന്റെ കൂരേരിയുമായി തിരിച്ചു നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഓർക്കണേ. ഹബീബ് കണ്ട കാഴ്ച എന്താണ്? ഒരു തള്ളനായ, ഒരു മാന്, ഒരു അമ്മച്ചി, ഒരു മാനമ്മ വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങിക്കിടക്കാണ്. ഈ മാനാണ് വിളിക്കുന്നത് യാ റസൂലല്ലാഹ്. നമ്മളൊക്കെ മനുഷ്യന്റെ ഈരടിയിൽ പാടുന്ന അറബിയുടെ മലയാളമാണ് കൊടുക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ എന്താ സ്ഥിതി? വലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ തള്ളമാനിന്റെ അമ്മച്ചി മാനെ ഉമ്മച്ചി എന്ത്, ഭർത്താവ് എന്ത്, ഭാര്യ എന്ത്, മക്കൾ എന്ത്, വാപ്പച്ചി നമുക്ക് സ്വന്തത്തിന് ഉറപ്പില്ല. റബ്ബേ അങ്ങനെ മാറ്റിച്ചരണേ അല്ലാഹുവേ. സ്വർഗ്ഗം ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനേ. ഒരാ അങ്ങനെ ഉൾപ്പെടുത്തിച്ചരണേ അല്ലാഹ്. ഞങ്ങളെ സലാമത്താക്കണേ റഹ്മാനേ. ഞങ്ങളെ പ്രാർത്ഥനാ മജ്‌ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ അനുഗ്രഹീത കാരുണ്യ നബി സയ്യിദുനാ റസൂലുള്ളാഹി നബിതങ്ങൾ പറയുന്നത്, എന്റെ ഉമ്മത്തിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് 5 വരി. ഒരു 5 വരി പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. ഈ 5 വരി ആരെങ്കിലും ഇത് ആരെങ്കിലും അർദ്ധരാത്രിയിലെ ഒരു വട്ടം പറഞ്ഞാൽ അത് വൈകുന്നേരം വരെ ഗ്യാരണ്ടിയായി. ഇതേ സെയിം സാധനം ആരെങ്കിലും വൈകുന്നേരം ഒരു വട്ടം പറഞ്ഞാൽ വൈകുന്നേരം ഒരു വട്ടം പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഗ്യാരണ്ടിയാണ്. ഒരു വട്ടം പറയുമ്പോൾ 12 മണിക്കൂർ ഗ്യാരണ്ടി. അടുത്ത ഒരു വട്ടം പറയുമ്പോൾ അടുത്ത 12 മണിക്കൂർ ഗ്യാരണ്ടി. 24 മണിക്കൂർ ഗ്യാരണ്ടിയുള്ള എന്തിന് ഗ്യാരണ്ടി? ഈ നാവിന് സഖറാത്തിന്റെ ഘട്ടത്തിൽ നാവ് കഴിഞ്ഞു പോകും. ഇബ്ലീസ് കൂട്ടിനെ കാണിക്കും. ആ സമയത്ത് കൗളിതെല്ലാം കല്യാണായി പോകും, ശബ്ദമാറിപ്പോകും. ഇതൊക്കെ നമ്മൾ മനസ്സിനോട് കാണുന്നുണ്ട്. ഓർമ്മയിലേക്ക് കാവലി മനസ്സിലായില്ല. ഇവരും ചെല്ലാൻ കഴിയൂല. പറയാൻ കഴിഞ്ഞു. എന്റെ ഉമ്മത്താണോ ഞാൻ 5 വരി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 5 വരികൾ എല്ലാ ദിവസവും 2 വട്ടം പറഞ്ഞാൽ നമ്മുടെ നാവിന് ഔഷധമായി, നമ്മുടെ നാവിന് ആരോഗ്യമുണ്ടായി. എത്ര കടുത്ത വേദനയാണ് മരണത്തിനെങ്കിലും മരണവേദനയുടെ ഘട്ടത്തില് പിശാചി പൂസുമായി വന്നാലും എന്റെ ഉമ്മത്ത് പറയുന്നത് നമ്മളെ വാപ്പയ്ക്ക് പറയാൻ കഴിയില്ല, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് പറയാൻ സാധിച്ചില്ല, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് പറയാൻ കഴിയുന്നില്ല, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിന് പറയാൻ സാധിക്കുന്നില്ല, നമ്മുടെ പൊന്നുമക്കൾക്ക് നമ്മളെ പറ്റി പറയാൻ കഴിയില്ല, ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, നമ്മളെ പറ്റി പോലും നമുക്ക് പറയാനാവില്ല. ചൊല്ലി മരിക്കാൻ കഴിയുമോ? ഇല്ല, ഉറപ്പില്ല. എന്നാൽ ലോകത്തിന്റെ കാരുണ്യം എത്ര പറയാണ് ഇതിന് ഈ പരിശുദ്ധ 5 വരിക്ക് പറയുന്ന പേരാണ് സയ്യിദുൽ
ഇസ്തിഗ്ഫാർ. എന്റെ പ്രിയപ്പെട്ട മക്കള്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലാത്ത പറയാത്ത ഒറ്റ ദിവസം നിങ്ങൾക്കുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ഒരു ദിവസം രാവിലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അത് വൈകുന്നേരത്തിടക്ക് എപ്പോ മരിക്കുകയാണെങ്കിലും ഉറപ്പ് ആ മനുഷ്യന്റെ നാമോട് ചൊല്ലുമെന്ന് സയ്യിദുൽ റസൂലുള്ളാഹി ഉറപ്പിച്ചു പറയാം. ഇങ്ങനെ ഒരു മനുഷ്യനെ കിട്ടില്ല, ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് ജനിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ ശൈഖ് സയ്യിദ് മഖ്ദൂം തങ്ങളെ പാടിയത്, നമ്മൾക്ക് മഖ്ദൂസി പാടിയില്ലേ, നബിയെ അങ്ങയുടെ സ്നേഹം തങ്ങളോടുള്ളത് അത് മനസ്സിലാക്കി നോക്കുമ്പോ അങ്ങയെ കുറിച്ച് വാപ്പയെന്ന് പറഞ്ഞാലോ തോന്നിപ്പോവാണ്. ഞങ്ങൾ അങ്ങനെ പാടിയാലോ, തങ്ങളെ വാപ്പയാണെന്ന് പാടിയാലോ, വാപ്പയെക്കാൾ ഞങ്ങളുടെ സ്നേഹമുള്ളത് മുമ്പക്കാണ്. എന്നാ അങ്ങാതിന്റെ പ്രവാചകനെ കാണിക്കുന്ന സ്നേഹവും വായ്പകളും തങ്ങൾക്ക് ഉമ്മക്ക് ഞങ്ങളോടുള്ളതിനേക്കാൾ ഏറെയാണെന്ന് ബോധ്യമാണ്. അതുകൊണ്ട് അങ്ങയെ പറ്റി പറയുമ്പോ പാടുമ്പോ തങ്ങൾ ഉമ്മ എന്ന് വിളിച്ചാലോ ഒന്ന് പാടി എന്താ കാര്യം? നിങ്ങൾ ആരും അതിന്റെ മലയാളത്തിൽ നോക്കിയോ? ചക്കള് ഉമ്മും അല്ലല്ല ഉമ്മയെന്ന് പറയാൻ തോന്നിയപ്പോ വേഗം മാറ്റിപ്പോലെ ഉമ്മന്റെ വാപ്പയല്ല, പിന്നെ പറയാം ഉമ്മയുടെ വാപ്പയല്ല. രണ്ടുപേരിലും ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത സ്നേഹമാണത്. ഏത് സ്വർഗവും വാങ്ങിച്ചു തരാം, നിനക്ക് സ്വർഗം ഉറപ്പാണ്. സ്വർഗം ഉറപ്പാക്കി തരുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉമ്മത്തിനെ പഠിപ്പിച്ച നബി സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ ഉമ്മാക്ക് സാധിച്ചോ, വാപ്പക്ക് സാധിച്ചോ, ഭർത്താവിന് കഴിയോ, ഭാര്യയ്ക്ക് കഴിയോ, മക്കൾക്ക് കഴിയോ, ഇങ്ങനെ ഒരു ഔഷധം വാങ്ങിത്തരം. ഒരിക്കൽ എനിക്ക് മാത്രം അത് ഗുണം പഠിപ്പിച്ചതോ നോക്കണ്ടേ, സ്വന്തം ഭാര്യ ചോദിക്കുമ്പോ എല്ലാവരുടെയും മനസ്സിൽ കഴിഞ്ഞു പോകൂലേ, നബിയെ എന്നോട് എനിക്കൊന്ന് പറഞ്ഞു തരുമോ, എനിക്ക് മാത്രം പ്രത്യേകമായിട്ടൊരു എനിക്കൊന്ന് അപ്പൊ നബിവാക്കും അതെന്താണ് പറഞ്ഞാല് ഉടനെ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ ആയിഷയ്ക്ക് പറഞ്ഞ പ്രകാരം നിങ്ങൾ വായിക്കണം. എന്താ പറഞ്ഞറിയോ? അല്ലാഹുവേ അല്ലാഹു ആയിഷ അർജോയെ ആയിഷയ്ക്ക് ജീവിതപ്പെട്ടു അതേ തുടർന്നു വേണം. ഇത് കേട്ട ആയിഷയ്ക്ക് ഭയങ്കര സന്തോഷമായി. നോക്കുന്നത് കുറച്ചൊക്കെ കഴിയുമ്പോ റസൂലുള്ളാഹിയുടെ ദുആ ശ്രദ്ധിച്ചു നോക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ കാണും, ഇങ്ങനെ കേൾക്കും. അപ്പോ ആയിഷയ്ക്ക് ചോദിച്ചു, അല്ല നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന ദുആ നിങ്ങൾ എല്ലാവർക്കും അതുകൊണ്ട് അത് എനിക്ക് മാത്രമല്ല ഞാൻ എന്റെ ഉമ്മത്തിന് മുഴുവനും ദുആ ചെയ്യുന്ന ദുആയാണത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് വല്ലാതെ കാണാൻ കൂതിയിരുന്നു എന്ന് പറഞ്ഞില്ലേ നബി ഒരിക്കൽ. രണ്ട് വർഷം പറഞ്ഞപ്പോൾ സഹാബത്ത് മുഴുവനും ആശങ്കപ്പെട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, മൂന്നാം വട്ടം തനി അനാവർത്തനമായ നിങ്ങൾ പണിയല്ലേ എനിക്ക് വല്ലാതെ കാണാൻ കൂടിയാകുന്നു. അപ്പൊ മൂന്നാമത്തെ വട്ടവും ഇതേ വാചകം ആവർത്തിച്ചപ്പോ സഹാബികൾ മടിയില്ലാതെ ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ് ഞങ്ങളെ അല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നോക്ക്. അപ്പൊ നബി പറയുന്ന മറുപടി അറിയോ? നിങ്ങളെല്ലാവരും എന്റെ സ്വഹാബി പുരുഷന്മാരും സ്വഹാബി വനിതകളുമാണ്. ഞാൻ ഉദ്ദേശിച്ചത് സ്വഹാബത്തിനെയല്ല. അപ്പോ സ്വഹാബിമാരെ ആരും കിട്ടില്ല. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് പിന്നെ നിങ്ങളാണ് ഉദ്ദേശിച്ചത്? അപ്പോഴാണ് പറഞ്ഞത്, പ്രിയമുള്ളവരെ, ഞാൻ ഖാതിമുൻ നബിയല്ലേ, എന്നെ കണ്ടിട്ടില്ലാത്ത, എന്റെ കാലത്ത് ജനിച്ചിട്ടില്ലാത്ത, ഞാൻ അങ്ങോട്ട് കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഖിയാമത്ത് നാടുകളെ ലോകത്ത് ജനിക്കാനില്ലേ, വളരാനില്ലേ, ജീവിക്കാനില്ലേ? അവരെല്ലാവരും എന്റെ സന്ദേശം എത്തുന്നില്ലേ? അങ്ങനെ എത്തുമ്പോ ആരൊക്കെയാണ് എന്നെ സ്നേഹിക്കുന്നത്, എന്നോട് വല്ലാതെ കടപ്പാടും നന്ദിയും
എന്റെ പരിശുദ്ധമായ ജീവിതവും നടത്തിയെടുത്ത് എന്നോട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളും. അപ്പോഴാണ് സ്വഹാബത്ത് കോരിച്ചരിച്ചു പോയത്. അവരെ കാണാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് ഞാൻ എനിക്ക് അവരെ കാണണം. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി നബിതങ്ങളുടെ ആഗ്രഹത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന സ്വഹാബത്തിനെ കാണാമെന്ന് സ്വഹാബത്ത് ചോദിച്ചു. കൈഫ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഏതോ കാലത്ത് ജനിക്കാൻ പോകുന്ന, ഏതോ കാലത്ത് ജീവിക്കാൻ പോകുന്ന നിങ്ങളുടെ അനുയായികൾ നിങ്ങൾക്ക് സലാത്ത് ചൊല്ലുന്ന, നിങ്ങൾക്ക് സലാം ചൊല്ലുന്ന, നിങ്ങളെ ചക്കയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ ജീവിക്കുന്ന ആൺകുട്ടികളെ പെൺകുട്ടികളെ എങ്ങനെ കാണാൻ? അപ്പോഴാണ് പറഞ്ഞത്, പ്രിയപ്പെട്ട സ്വഹാബത്തെ, അവരെ ഇവിടെ വെച്ച് കണ്ടിട്ടില്ലെങ്കിലും പരലോകത്ത് വെച്ച് ഞാൻ നിർബന്ധമായിട്ട് കാണാൻ കൊതിക്കാണ്. ഞാൻ ഉറപ്പായിട്ട് കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കളോട് ആ വിഷയം വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ അനുഭവമാണത്. ഒരു ഓർമ്മ അത് മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയുള്ളൂ. അശ്രദ്ധരായി ജീവിക്കാതിരിക്കുക. എന്നെ കേൾക്കുന്ന മുഴുവൻ ശ്രോതാക്കളും ദുനിയാവിൽ പലതരത്തിലുള്ള ചിന്തകളാണ്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തില് മതനിരാശത്തിന്റെ കാലഘട്ടമാണ്. ആളും പെണ്ണും ഒക്കെ ഏതോ തലത്തിൽ ജീവിക്കുകയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികള് അവർക്ക് വിവാഹമൊന്നും വേണ്ട, അവരെ കുടുംബജീവിതമൊന്നും വേണ്ട. കുടുംബം എന്താണെന്നും വിവാഹം എന്താണെന്നുമുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചുകൊടുക്കുകയാണ്. പഠിക്കണം, വളരണം, സ്വന്തമായി ജീവിക്കണം, സ്വന്തമായി വരുമാനം കാണണം, സ്വന്തം കാലിൽ നിൽക്കണം. ഇതൊക്കെയാണ് ജീവിതമെന്ന് മനസ്സിലാക്കിയ വല്ലാത്ത വികലമായ ഒരു കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ ആലോചിക്കേണ്ടത്, വിവാഹം എന്നത് ഇസ്ലാമിക ഇബാദത്താണ്. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോ ജീവിതം എന്നത് തവക്കുലില്ല, അല്ലാഹുവിന്റെ തവക്കുലുകൊണ്ട് നടക്കാൻ സാധ്യമാണ്. ഒരുപക്ഷെ വരുമാനം ഉണ്ടാകും, ഒരുപക്ഷെ നമുക്ക് ജോലി ഉണ്ടാകും, ഒരുപക്ഷെ നമുക്ക് എല്ലാ തരത്തിലും ഉയർച്ച ഉണ്ടാകും. ഇല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. അല്ലാഹു ഒരു മനുഷ്യനെ പഠിച്ചാൽ ആ മനുഷ്യന്റെ അല്ലാഹു കണക്കാക്കുന്നത്. നമ്മൾ നേടിയത്, നമ്മൾ കൊതിച്ചത്, നമ്മൾ വിചാരിച്ചത് അവിടെ തന്നെ എത്തിക്കോളണമെന്നില്ല. നമ്മൾ പഠിച്ചു വെച്ച ഡിഗ്രി, ആ പഠിച്ചു വെച്ച പദവി ഒരുപക്ഷെ നേരെ അപ്പുറമായിരിക്കും നമ്മളെ ബിസിനസ്. ഒരുപക്ഷെ നേരെ അപ്പുറം ഒരിക്കലും നമ്മൾ ഊഹിച്ചിട്ടില്ലാത്ത മേഖലയിലാണ് നമ്മുടെ ജീവിതത്തിന്റെ വരുമാനം. എല്ലാം കണക്കാക്കിയ റബ്ബാണ്. റബ്ബിന്റെ തവക്കുൽ നഷ്ടപ്പെട്ടു കൊടുക്കുന്ന കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളോട് പറയാനുള്ളത്, മറ്റേതോ സ്ഥാപനത്തിൽ പഠിക്കുന്നത് പോലെ ആകരുത് നിങ്ങൾ. വിവാഹം എന്നത് സ്വർഗത്തിൽ വെച്ച് ആഗ്രഹിച്ച ഒരു ആഗ്രഹതയാണ്. എനിക്ക് വേണ്ട പഠിപ്പ് കഴിഞ്ഞില്ല, ഞാൻ പഠിക്കട്ടെ, എനിക്ക് ജോലിയാവട്ടെ, എനിക്ക് വരുമാനമാവട്ടെ എന്ന ചിന്തയാണ് എന്റെ ഭൂരിഭാഗം കുട്ടികളിൽ. ആ കുട്ടികളുടെ അത്ര കാണില്ല. പെൺകുട്ടികളുടെ കാര്യം ഈ രീതിയിലാണ് ഭൂരിഭാഗം. ജീവിതത്തിന്റെ ലക്ഷ്യബോധം മറന്നുമാണ്. എന്താണ് ജീവിതം, എന്തിനാണ് ജീവിതം, ജീവിതത്തിൽ നേടേണ്ടത് വരുമാനമോ സമ്പത്തോ അതോ പ്രതിഫലമോ? ഈ ഒരു കൃത്യമായ തിരിച്ചറിവ് നൽകുന്ന സ്ഥാപനത്തിൽ ചേരാനും പഠിക്കാനും ഇങ്ങനെ ഒരു വലിയ സദസ്സുണ്ടാക്കാനും അതിൽ പങ്കെടുക്കാനും സാധിച്ചതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അങ്ങനെ കാണണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അവസാനിപ്പിക്കാം. അവസാന നിമിതങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങനെ കാണും പരലോകത്ത്. അങ്ങനെ കാണാൻ, കണ്ടറിയാൻ എനിക്കൊരു അടയാളം ഞാൻ അവരോട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങളെ ഉമ്മത്തികളെ മാത്രം തിരിച്ചറിയുന്ന ഒരു അടയാളം പറഞ്ഞില്ല. ആ അടയാളം നോക്കി പരലോകത്ത് ജനകോടികൾ അണിയിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മത്തികളിൽപ്പെട്ട ആൺകുട്ടികളെ പെൺകുട്ടികളെ പ്രത്യേകം വിളിക്കണം, പ്രത്യേകം കണ്ട് പരിചയപ്പെടാം, പ്രത്യേകം നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ അടുക്കിലേക്ക് വിളിച്ചു വരുത്താൻ സാധിക്കും. അതിന് മറ്റൊരു അടയാളം പറഞ്ഞില്ല. അങ്ങനെയാണ് പ്രിയപ്പെട്ട പൊന്നുമക്കളെ സൂറത്തുൽ നിസാഇലെ വുദു എന്ന ഇബാദത്ത് തുടങ്ങിയത്. കാരണം എന്താ, വുദു ചെയ്ത് കാമിലായ വുദു ചെയ്താൽ ആ വുദു കാരണം വുദു എന്ന ഇബാദത്ത് അല്ലാഹു സ്വീകരിച്ചാൽ വുദു കാരണം വുദു ചെയ്ത ആൺകുട്ടിയുടെ പെൺകുട്ടിയുടെ കൈകാൽ മുഖങ്ങൾ പ്രകാശിക്കും. കൈകാൽ മുഖങ്ങൾ പ്രകാശിക്കുന്ന മനുഷ്യന്മാരെ ഉമ്മത്ത് മുഹമ്മദിൽ മാത്രമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ വുദു എടുക്കുമ്പോ ഈ ഓർമ്മ ഉണ്ടാകും. വുദു എന്ന നിസ്കാരത്തിന് വേണ്ടി മാത്രം എടുത്തു വെക്കുക എന്ന് മനസ്സിലാക്കരുത്. വുദു ഇബാദത്തുൽ മുസ്തഖില്ലത്ത്,
അതൊരു പ്രത്യേകമായ പദവിയുള്ള ഇബാദത്താണ് എന്ന് തിരിച്ചറിവുണ്ടാകണം. അർഹമുറാഹിമീനായ റബ്ബ് നമ്മുടെ ഈ പ്രോഗ്രാമും ഇതിൽ പങ്കെടുത്തതും ഇതിൽ കേട്ടതും പറഞ്ഞതും ഒക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈ റബീഉൽ അവ്വലിൽ നേരത്തെ ശീലിച്ചിട്ടില്ലാത്ത ഒരു 10 സുന്നത്തെങ്കിലും പുതുതായി നമ്മുടെ ജീവിതത്തിന്റെ ശീലമാക്കി മാറ്റാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചും ആശ പറഞ്ഞും നിങ്ങളൊക്കെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ടും ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ധാരാളം ആളുകൾ പ്രാർത്ഥന ആവശ്യപ്പെടുത്തിയിട്ടുണ്ട്. തീവണ്ടി പഠിക്കുന്ന പ്രാർത്ഥനയുടെ ആംഗള ഹോസ്പിറ്റലിലാണ് ചികിത്സക്ക് വേണ്ടി പല ടെസ്റ്റുകളും ആവശ്യമുണ്ട്. ടെസ്റ്റുകളും പ്രയാസമില്ലാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരു സഹോദരിയുടെ ഭർത്താവ് പ്രജ്ഞന് അഡിക്റ്റാണ്. പ്രത്യേകം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രജ്ഞയിലേക്ക് പോകാൻ സൗകര്യമായി കിട്ടണം. ഉദ്ദേശിക്കുന്ന ജോലികളൊക്കെ ശരിയാവണം. അതിനോട് ചേർന്ന് ചെയ്യണം. കൂടാതെ കാര്യബാധിച്ച് ബന്ധവും കൊണ്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഷിഹാബ് അഫ്ഗാന്റെ പിതാവ് മാരകമായ പ്രയാസത്തിലാണ് ചെയ്യണം. ഒരു ഞങ്ങളുടെ സഹോദരൻ 9 വയസ്സ് മാറുവരെ മാരകമായ പ്രയാസം കൊണ്ട് ഐസിയുവിൽ വെന്റിലേറ്ററിലാണ് ചെയ്യണം. ഇന്നലെ മരണപ്പെട്ട നമ്മുടെ സെറക്കൽ മമ്മൂട്ടിയുടെ മാതാവ് അവരുടെ പ്രത്യേകം ചെയ്യണം. കുടിയല്ലൂർ പാസ്മിന്റെ പ്രത്യേകം ചെയ്യണം. സുഖപ്രസവത്തിന് വേണ്ടി പല പ്രാവീയമായ പ്രത്യേകം ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഓഫീസർ റഹീം മാഷ് കൊണ്ട് അവരുടെ പിതാവ് ഹോസ്പിറ്റലിലാണ് പ്രത്യേകം ചെയ്യാൻ. പല പാരമ്പര്യ ജീവൻ സന്തോഷത്താൻ ചെയ്യണം. മനസ്സുകൾ മാറാൻ ആരോഗ്യം ഉണ്ടാവാൻ, ഞങ്ങളുടെ പഠനത്തിൽ വർക്കത്തുണ്ടാവാൻ, അന്ത്യം നന്നാവാൻ, മദീനയിൽ പോവാൻ, ഉമ്മാന്റെ അസുഖം പൂർണ്ണമായി ശരിയാവാൻ, മതങ്ങൾക്ക് ദീർഘായുസിന് വേണ്ടി ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ കുഞ്ഞ് ആദ്യം തിരിഞ്ഞപ്പോൾ പ്രോബ്ലം ഉണ്ട്. ചെയ്യണം. കിഫ്തന്റെ സൗഹൃദം പൂർത്തിയാവാൻ ഇങ്ങനെ ധാരാളം എഴുതിയതും വായിക്കാത്തതുമായ ധാരാളം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നേടിയ പോലെ സാധിച്ചു കൊടുക്കട്ടെ. രോഗങ്ങളെ ശരിയാക്കി കൊടുക്കട്ടെ. ഗർഭിണികളുടെ സുഖപ്രസവം നൽകുമാറാവട്ടെ. മക്കളുടെ രോഗം പറഞ്ഞവർ പരിപൂർണ്ണ ശിഫാദ് പ്രദാനം ചെയ്യട്ടെ. മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞവർ അവരുടെ രോഗങ്ങളൊക്കെ ശരിയാക്കി ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. വിദേശങ്ങളിലുള്ളവർക്ക് ജോലിയിൽ വർക്കത്ത് ഹൈനവ കാലത്ത് സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാം അറിയാവുന്നതായ റബ്ബ് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു തരുമാറാവട്ടെ. ഒരു പാർട്ടിയാവധി بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد
സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അർഹമർ റഹീമായ നാഥ സയ്യിദായ മാലികുൽ മുലൂക്കായ റബ്ബേ അല്ലാഹുവേ സാധുക്കളാണ് പാപികളാണ് ദോഷികളാണ് പരിശുദ്ധ റബ്ബേ ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നണഞ്ഞിരിക്കുന്ന ഒന്നാം വസന്തമായ റബീഉൽ അവ്വലിന്റെ അകത്തളത്തിൽ ഞങ്ങൾ ചൊല്ലുന്ന സലാത്ത് സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളെ പരിശുദ്ധമായ മജ്ലിസിലും ഇവിടെ പരിശുദ്ധ സ്ഥാപനമാകുന്ന റഹ്മാനിയ വിമൻസ് കോളേജിൽ നിന്ന് പ്രഖ്യാപിച്ചത് പ്രകാരം ആ മക്കളോടൊപ്പം ചേർന്ന് പൂർത്തീകരിച്ച 1 കോടി സലാത്ത് ചൊല്ലിയ സദസ്സാണിത്. അതിലോട്ട് ഞങ്ങളൊക്കെ അയച്ചു കൊടുത്ത ലിങ്ക് പ്രകാരം ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കബൂൽ ചെയ്യണേ അല്ലാഹ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി ഞങ്ങളെ പരിശുദ്ധമായ ഹദറത്തിലോട്ട് എത്തിക്കണേ റഹ്മാനേ. ജീവിതത്തിൽ വന്നുപോയ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അബദ്ധങ്ങൾ പോരായ്മകൾ ശ്രദ്ധകൾ മഹദപദനെ കൊണ്ട് പൊറുക്കണേ അല്ലാഹ്. പൊരുത്തപ്പെട്ട് തരണേ റഹ്മാനേ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാർക്ക് പൊറുക്കണേ റഹ്മാനേ. ഭാര്യമാരോട് പൊറുക്കണേ അല്ലാഹ്. അരുമസന്താനങ്ങളായ പൊന്നുമക്കൾക്ക് മുഴുവനും പൊരുത്തം നൽകണേ റഹ്മാനേ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കള് അവരെ കുടുംബക്കാര് ഞങ്ങളെ പരിശുദ്ധമായ സലാത്ത് സംരംഭത്തിൽ റബീഉൽ അവ്വലിൽ കൂടെ ചേർന്നവര് റബ്ബേ ഞങ്ങളെ വാചികമാര് ഭാഗ്യമാര് ബിരുദം വാങ്ങിയവര് പരിശുദ്ധ റബ്ബേ മക്കളും മക്കളുടെ രക്ഷിതാക്കളും ഞങ്ങളെ പ്രവാസ ലോകത്തുള്ളവർ ഈ സദസ്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര് മുഴുവൻ ആളുകൾക്കും നിന്റെ കാരുണ്യ നോട്ടം കൊണ്ട് പൊരുത്തം തരണേ അല്ലാഹ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ വിജയിച്ച ഉമ്മത്തീകളിൽ ഒരു മാരൻ കോർത്തിണക്കിയ മുത്തുമണികളെ പോലെ ഞങ്ങളെല്ലാവരെയും അതിൽ പങ്കാളികളാക്കണേ റബ്ബേ. ഞങ്ങളിൽ വന്ന ആളുകൾ പൊരുത്തപ്പെടണേ റഹ്മാനേ. ഞങ്ങൾക്ക് ദുനിയാവിൽ ജീവിക്കാൻ ഇനി എത്ര വർഷമാണോ ബാക്കിയുള്ളത്? 60 വർഷമാണോ, 6 മാസമാണോ, 6 ദിവസമാണോ, 6 മണിക്കൂറാണോ, എത്രയാണെങ്കിലും ജീവിക്കുന്ന കാലത്തോളം ഹബീബിനെ സ്നേഹിച്ച് പിൻപറ്റി സ്വാലിഹീങ്ങളാക്കി ജീവിപ്പിക്കണേ റഹ്മാനേ. സ്വാലിഹീങ്ങളാക്കി മരിപ്പിക്കണേ റഹ്മാനേ. പരലോകത്ത് സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പടച്ചോനെ പ്രത്യേകിച്ചും ഈ മജ്ലിസിലോട്ട് കൈക്കുഞ്ഞുങ്ങളെ അടക്കമേന്തി വന്ന ഉമ്മമാരുണ്ട്. ഇവിടെ പഠിച്ച റാദിയാചാര്യന്മാരുണ്ട്. അല്ലാഹുവേ കുഞ്ഞുങ്ങൾക്ക് നീ കാരുണ്യമേറ്റി കൊടുക്കണേ റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഗർഭിണികളായ ഒരുപാട് മക്കള് ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞവരുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്, വീട്ടിലുണ്ട്, നാട്ടിലുണ്ട്, സദസ്സിലുണ്ട്. റബ്ബേ ഞങ്ങൾ സലാത്തിന്റെ സംവിധാനത്തിൽ പങ്കെടുത്തവരുണ്ട്. അവർക്കൊക്കെയും നിന്റെ കാരുണ്യം കൊണ്ട് സുഖപ്രസവം നൽകണേ അല്ലാഹ്. ആഗ്രഹിച്ച രീതിയിൽ സ്വാലിഹീങ്ങളായ സാലിഹത്തായ അനുഗ്രഹീത മക്കളെ കൊടുക്കണേ റഹ്മാനേ. മക്കൾക്കും തള്ളക്കും റാഹത്തുള്ള ആഫിയത്തുള്ള അവസ്ഥ നൽകണേ റഹ്മാനേ. പരിശുദ്ധ റബ്ബേ മല പോലുള്ള വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഇന്നലെ ഒരു വാചിക റാദിയ എന്ന പരിശുദ്ധ സ്ഥാപനത്തിൽ പഠിച്ച ഓണം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗർഭസ്ഥ ശിശുവിന്റെ കിഡ്നിയിൽ നീരിറങ്ങിയിട്ട് പ്രയാസം ദൗത്യമാണ് പറയുന്നുണ്ട്. അല്ലാഹുവേ കേൾക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഭയാനകരമായ വിഷമങ്ങൾ എന്ന് പറഞ്ഞാലും മല പോലുള്ള വിഷമങ്ങളൊക്കെയും മഞ്ഞാക്കി ഉരുക്കാൻ കുതിർത്തുള്ള റബ്ബേ നീയല്ലാതെ രക്ഷിതാവില്ല, നിന്നോടല്ലാതെ ചോദിക്കാനില്ല. നിന്റെ സഹായം ഉണ്ടാകണേ റഹ്മാനേ. തള്ളക്കും കുഞ്ഞിനും ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. സുഖപ്രസവമാക്കണേ റഹ്മാനേ. സുഖപ്രസവമാക്കണേ അല്ലാഹ്. പലതരത്തിലുള്ള രോഗങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇന്നീ സദസ്സിലുണ്ട്, നാട്ടിലുണ്ട്, കുടുംബത്തിലുണ്ട്, വീട്ടിലുണ്ട്, ഹോസ്പിറ്റലുകളിലുണ്ട്, വെന്റിലേറ്ററിലുണ്ട്, ഐസിയിലുണ്ട്, ടെസ്റ്റിന് കൊടുത്തയച്ച കൂട്ടത്തിലുണ്ട്. 10,000 സലാത്ത് നേർച്ചയാക്കി
ചെല്ലിയിട്ട് ക്യാൻസർ ആണോ എന്ന് സംശയമുള്ള ഒരു ടെസ്റ്റിന്റെ റിപ്പോർട്ട് വരാനുണ്ട്. അങ്ങനെ പലരും ഹബീബിനെ കരുതിയിട്ട് മദീനത്തിന് കരുതിയിട്ട് ഈ മഹത്തായ സലാത്തിന്റെ മജ്‌ലിസിലോട്ട് 1,20,000 സലാത്ത് 1,20,00,000 സലാത്തിന്റെ എണ്ണം കടന്നിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതെല്ലാം സ്വീകരിക്കണേ റഹ്മാനേ. ഇത് മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, ശിഫാ കൊടുക്കണേ അല്ലാഹ്, സുഖപ്പെടുത്തി കൊടുക്കണേ റഹ്മാനേ. മാരകമായ നിനക്ക് കാക്കണേ അല്ലാഹ്, അറ്റാക്ക് വരുത്താതെ പിന്തിരിയാവാതെ ഗർഭാശ രോഗങ്ങൾ ഉണ്ടാവാതെ ട്യൂമറുകളാതെ ക്യാൻസർ ധരാതെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ കാക്കണേ റഹ്മാനേ. ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനേ. വന്നു കൊണ്ടുപോയവർക്ക് ശിഫാ കൊടുക്കണേ അല്ലാഹ്. ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്ക് റബ്ബേ ആശ്വാസം നൽകണേ റഹ്മാനേ. അപകടത്തിൽപ്പെട്ടവർക്ക് തരണം ചെയ്യാനുള്ള ശിക്ഷ കൊടുക്കണേ അല്ലാഹ്. മരുന്നിന് ഫലം നൽകണേ റഹ്മാനേ. വേദനകൾ അകറ്റണേ അല്ലാഹ്. നിരത്ത് സുജൂദ് മുടങ്ങുന്ന ഒരു അസുഖം കൊണ്ട് ഞങ്ങളെല്ലാവരെയും പരീക്ഷിക്കല്ല അല്ലാഹ്. നിന്റെ പരീക്ഷണത്തിൽ കൊണ്ട് കാക്കണേ റഹ്മാനേ. ലോക മുസ്ലിമീങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഖത്തറിനെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഫലസ്തീനിലെ ഗസയിലെ വിശുദ്ധമായ പള്ളിയിൽ 1000-ഓളം കുരുന്ന് മക്കളെ നിഷ്ഠൂരമായി കൊന്ന ജൂതപ്പടയുണ്ട്. അല്ലാഹുവേ, അവിടെയുള്ള മുഴുവൻ സാക്ഷികളായ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും കുഞ്ഞുമക്കളെയും പെണ്ണുങ്ങളെയും പെൺകുട്ടികളെയും നിഷ്ഠൂരം കൊന്നെടുക്കുന്ന ജൂതപ്പടയെ നശിപ്പിക്കണേ അല്ലാഹ്. ഗസയെയും ഫലസ്തീനെയും മുസ്ലിം ലോകത്തിനെയും സമാധാനത്തിലാക്കണേ അല്ലാഹ്. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും സമാധാനം നൽകണേ റഹ്മാനേ. പരിശുദ്ധ റബ്ബേ, തഖ്വയിൽ നിശ്ചിതമായ ജീവിതം തരണേ അല്ലാഹ്. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉയർച്ചയിലും വളർച്ചയിലും സഹായിച്ച ഒരുപാട് സഹോദരന്മാര്, സഹോദരിമാര്, ഉമ്മമാര്, പെങ്ങന്മാര്, റബ്ബേ, പ്രവാസ ലോകത്തുള്ളവര്, സലാത്തിലടക്കം പങ്കെടുത്തവരുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ഓരോ പുരോഗമന പ്രവർത്തനത്തിലും കണ്ണിയായവരുണ്ട്. റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവരെയും ദുആയിൽപ്പെടുത്തുന്നു. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കാത്തുരക്ഷിക്കണേ റഹ്മാനേ. കാവല് നൽകണേ അല്ലാഹ്. ശിക്ഷത്തിന് ബറക്കത്ത് നൽകണേ റഹ്മാനേ. വരുമാനത്തിലും ജീവിതത്തിലും കുടുംബത്തിലും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളിലും മാതാപിതാക്കളിലും അല്ലാഹുവേ, വീടുകളിലും കച്ചവടത്തിലും ബിസിനസ്സിലും യാത്രയിലും വാഹനത്തിലും ബറക്കത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ സദസ്സാക്കി മാറ്റല്ല അല്ലാഹ്. ഇന്ന് ഈ മഹത്തായ സദസ്സിലോട്ട് വന്ന് പങ്കെടുത്തവരുണ്ട്. വീട്ടിൽ നിന്ന് പാകം ചെയ്ത് പലഹാരങ്ങൾ കൊടുത്തയച്ചവരുണ്ട്. പലതരത്തിലുള്ള ചീരുളികൾ നൽകിയവരുണ്ട്. ഒന്നാമത്തെ ദിവസം മുതൽ ഇവിടുത്തെ പരിപാടികളിൽ പരിശുദ്ധ റബ്ബേ സത്കരിച്ചവരുണ്ട്. പരിശുദ്ധ ആഹാരങ്ങൾ കൊടുത്തയച്ചവരുണ്ട്. അല്ലാഹുവേ, മധുരങ്ങൾ നൽകിയവരുണ്ട്. സമ്പത്ത് ചെലവഴിച്ചവരുണ്ട്. മീലാദുൻ നബിയുടെ മഹബ്ബത്തായി കബൂൽ ചെയ്യണേ റഹ്മാനേ. കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതിനൊക്കെ പകരം ഹബീബിനോടുള്ള വിശ്വാസി നൽകണേ അല്ലാഹ്. അവസാനിക്കാത്ത ജീവിതം അവശേഷിക്കുന്ന സലാത്തുകളും സുന്നത്തുകളും പതിവാക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് മുഴുവനും ആവേശവും ഉന്മേഷവും സന്മനസ്സും തരണേ റബ്ബേ. ജീവിതത്തിൽ ഹബീബിനെ കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. സ്വപ്നത്തിലെങ്കിലും കാണിക്കണേ റഹ്മാനേ. ഹജ്ജ് ചെയ്യാനും ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചോനെ, കടമുള്ളവരെ കടം വീടാൻ സഹായിക്കണേ റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. പടച്ചോനെ, അല്ലാഹുവേ, പ്രാദേശികമായി ഞങ്ങളോട് വീടിന്റെ പണി തുടങ്ങണം, അനുയോജ്യമായ സ്ഥലം കിട്ടണം, കാശ് സംഘടിപ്പിച്ച് കിട്ടണം എന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, എന്നൊക്കെ വിളിക്കുമ്പോ അതൊക്കെ നിന്നോടുള്ള വിളിയാണ്. സ്ഥാപനത്തിനോട് പറയുമ്പോ അതൊക്കെ നിന്നോടുള്ള പറച്ചലാണ്. റബ്ബേ, വീടില്ലാത്തവർക്ക് വീട് വെക്കാനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ലാഹ്.
എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. തുടങ്ങി വെച്ച വീട് പൂർത്തിയാകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ ആൺകുട്ടികൾ, ഞങ്ങളെ പെൺകുട്ടികൾ, ഞങ്ങളെ പഠിക്കുന്ന മക്കള് സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും സ്വാലിഹീങ്ങളാക്കി ജീവിപ്പിക്കണേ റബ്ബേ. സ്വാലിഹീങ്ങളാക്കി മരിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അനുയോജ്യരായ സ്വാലിഹീങ്ങളായ സാലിഹത്തുകളായ ഇണകളെ നീ നൽകണേ അല്ലാഹ്. ബറക്കത്തുള്ള കുടുംബ ജീവിതം നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട റാമിയമാരി 3 പേര് വണ്ടിയടിക്കാണ്. അല്ലാഹുവേ ഞങ്ങളെ പഠിപ്പിച്ച മക്കള് ഞങ്ങൾക്ക് മുമ്പേ മരിച്ചുകൊണ്ട മക്കളുണ്ട്. അവരൊക്കെ കബറിലാണ്. പരിശുദ്ധ റബ്ബേ മരിച്ചവരെന്ന് പറയുമ്പോ തങ്ങളെ സ്വന്തം മമാര് വല്യമ്മമാര് വല്യപ്പമാര് കാരണക്കാര് ആങ്ങളാര് പെങ്ങന്മാര് അല്ലാഹുവേ പരിശുദ്ധ റബ്ബേ ഭർത്താക്കന്മാര് ഭാര്യമാര് കൊച്ചു മക്കളടക്കം ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളും മക്കളുപ്പമാരും മമാര് മുഴുവൻ മൺമറഞ്ഞവരുടെ ഹദ്റത്തില് ഞങ്ങളിൽ നിന്ന് സ്നേഹത്തോടുകൂടെ സലാമെത്തിക്കണേ റബ്ബേ. ഹബീബിന്റെ റൗളയിലെത്തിക്കണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഞങ്ങളീ പറയുന്ന ആമീൻ അവർക്കൊരു ആശ്വാസമാക്കണേ അല്ലാഹ്. ആശ്വാസമാക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങൾ അവസാനത്തെ മൗലിദ് പരിപാടിയാക്കി മാറ്റല്ല അല്ലാഹ്. ഞങ്ങളെ പുണ്യമക്കൾ നടത്തിയ ഒരുപാട് പരിപാടികളുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് ബിരുദം നേടി പുറത്തിറങ്ങുന്ന B3 മക്കള് ഈ സ്ഥാപനത്തിൽ റബീഉൽ താമസിച്ചു. അവര് ക്യാമ്പ് നടത്തി. മീലാദ് ക്യാമ്പിന് അവർ ഉജ്ജ്വലമായ ഒരുപാട് പ്രാക്ടീസുകൾ നടത്തി. അല്ലാഹുവേ ഈ സ്ഥാപനത്തിൽ നിന്നും ട്രെയിനർമാരായി ഇറങ്ങാൻ പറ്റിയ മക്കള് പരിശീലിക്കുന്നുണ്ട്. നല്ല വാഗ്മികളായ മക്കളുണ്ട്. നല്ല പ്രഭാഷകരായ മക്കളുണ്ട്. നല്ല മജ്‌ലിസിന്റെ ടീമംഗങ്ങളായ മക്കളുണ്ട്. അല്ലാഹുവേ ബദറുൽ ടീം ഈ സ്ഥാപനത്തിലുണ്ട്. റബ്ബേ കലാകൃത്തുകളുണ്ട്, രചന നടത്തുന്നവരുണ്ട്, കാലിഗ്രാഫി നടത്തുന്നവരുണ്ട്. വല്ലാത്ത പൈതൃകത്തോടുകൂടെ പാരമ്പര്യത്തോടുകൂടെ നടത്തപ്പെടുന്ന ഈ സ്ഥാപനത്തിന്റെ അകത്തളത്തിൽ ഒരുപാട് പ്രതിഭകളുണ്ട്. സഹായിക്കണേ റബ്ബേ. ഞങ്ങളെ മക്കൾ അവരുടെ ഓരോരുത്തരുടെയും സ്കില്ലിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വിജയം നൽകണേ റഹ്മാനെ. ഏർപ്പെടുന്ന മുഴുവൻ പരീക്ഷകളും ഉന്നത വിജയം കൊണ്ട് സ്ഥാപനത്തിന്റെ സൽപ്പേര് വർദ്ധിക്കണേ അല്ലാഹ്. വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളാരും കേടുവരരുത് റബ്ബേ. പടച്ചോനെ ഞങ്ങളെ സ്ഥാപനത്തിന്റെ മക്കള് അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിന്റെ മക്കള് കേടുവന്ന കാരണത്താൽ കണ്ണീര് കുടിക്കേണ്ടി വരുന്ന രക്ഷിതാക്കളിൽ ഞങ്ങളാരും ഉണ്ടാകരുത് റബ്ബേ. സകലമായ ഹാറുകളെ തൊട്ട് ഒളിച്ചോട്ടങ്ങളെ തൊട്ട് തങ്ങളെയും കുടുംബത്തെയും മക്കളെയും കാത്തു രക്ഷിക്കണേ റബ്ബേ. ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. സദാവിൽ പങ്കാളികളായി കടത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞവർക്ക് കടം വീണാൽ വഴി എളുപ്പമാക്കണേ അല്ലാഹ്. ഹജ്ജ് ചെയ്യണം ഉംറ ചെയ്യണമെന്ന് പറഞ്ഞവർ മക്കമദീനത്തേക്ക് എത്തിയിട്ട് മഖ്ബൂലും മഖ്ബൂലായ ഹജ്ജ് ഉംറയുടെ വഴി എളുപ്പമാക്കണേ അല്ലാഹ്. അനുയോജ്യമായ ജോലി കൊടുക്കണേ റഹ്മാനെ. അനുയോജ്യരായ ഗൃഹങ്ങളെ കൊടുക്കണേ റബ്ബേ. പഠനത്തിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മരിച്ചുപോയ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾക്ക് ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അവസാനം ഞങ്ങളൊക്കെ ദുനിയാവിൽ പഠിക്കാൻ ബാക്കിയുള്ളവരാണ്. റാഹത്തായി പുഞ്ചിരിച്ച് എല്ലാ ദിവസവും സയ്യിദുൽ ഇസ്തിഗ്ഫാർ പതിവാക്കി എന്നൊക്കെ ചൊല്ലി മരിക്കുന്ന മുത്തഖീകളിൽ പെടുത്തണേ റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകരാജിക്കലോട്ടോ അല്ലാഹുവേ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ ഞങ്ങളുടെ കുട്ടികളുടെയും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ ഒരുപാട് സ്ഥാനമാന വസ്തുനിധാനികളെ കുടുംബക്കാർ പ്രത്യേകിച്ച് ചെറുക്കത്തിൽ മരിച്ചുപോയ സഹോദരി അമതിക്കാരൻ ഭാര്യ അല്ലാഹുവേ ചെറുക്കനെ മമ്മൂട്ടിയുടെ ഒക്കെ
അതുപോലെ പരിശുദ്ധ ഞങ്ങളെ കടമയിൽ നിന്ന് മരണപ്പെട്ടുപോയ ഉൾപ്പെടെയുള്ളവര് ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സ്ഥാപന ബന്ധുക്കളിൽ നിന്നും മൺമറഞ്ഞു പോയവര് ഞങ്ങളെ ആർട്സ് കോളേജിന്റെ പ്രിൻസിപ്പളായ കുടിക്കാരൻ ഉൾപ്പെടെ ഞങ്ങളെയും കുടുംബത്തെയും മക്കളെയും മരിച്ചവരെയും ഹബീബിന്റെ കൂടെ ഫിർദൗസിലാക്കണേ റഹ്മാനെ ഫിർദൗസ് തരണേ റഹ്മാനെ فردوس لنا رحمن تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا وارحمنا وارحم موتانا بانواع رحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم യൂണിയന്റെ കുട്ടികൾ യൂണിയൻ സെക്രട്ടറി